മരണം 12ആയി ഉയർന്നിരിക്കുന്നു. 23 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തിച്ചവർ അവരുടെ മരണവും കൂടി ആയിരിക്കാം ഈ സ്ഥിരീകരിക്കുന്നതിൽ ഉള്ളത്. നവമി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ദുഃഖകരമായ വാർത്തകളാണ്. 12ആയി മരണം ഉയരുന്നു എന്നത് ഏറ്റവും ഒടുവിൽ വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? എന്തായാലും അതീവ ദുഃഖകരമായ വാർത്തകളാണ്. മരണസംഖ്യ നേരത്തെ ഉയരുമെന്നൊരു കണക്ക് തന്നെയാണ് നേരത്തെ ഉള്ളവരെല്ലാവരും, മന്ത്രിമാരടക്കം പറഞ്ഞത്. ഇപ്പോൾ 12 മരണമായിരിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയുന്ന വിവരമനുസരിച്ച് ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചവർക്കെല്ലാം 70% കൂടുതൽ പൊള്ളലുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയും ആളുകൾ ആ സംഭവ സ്ഥലത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ എത്രത്തോളം ജീവനോടെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നറിയില്ല. നേരത്തെ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഈ എത്തിക്കുന്നതിൽ പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് ആശുപത്രിയിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവർക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്നതനുസരിച്ച് 12 മരണമായിരിക്കുകയാണ്. 70%-ലധികം പൊള്ളലേറ്റാണ് ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയും നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പടക്ക നിർമ്മാണശാലയിൽ എത്ര പേരുണ്ട്, അവരെ എത്രമാത്രം രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ വയൽ പ്രദേശത്താണ് വലിയൊരു സ്ഫോടനമാണ് സംഭവിച്ചത്. വയലിന് നടുവിനാണ് ഈ പടക്ക നിർമ്മാണശാലയുള്ളത്. അവരുടെ ശരീരഭാഗങ്ങൾ വയലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ, അത് അങ്ങനെയാണ് ആളുകൾ ചാക്കിലാക്കിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു. ആ ശരീരഭാഗങ്ങൾ പറക്കിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എത്രമാത്രം ദാരുണമായ, എത്രമാത്രം വിഷമിപ്പിക്കുന്ന, വേദനാജനകരമായ ഒരു കാഴ്ചയായിരിക്കും അതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. എന്തായാലും 40ഓളം പേര് ആണ് ആ നിർമ്മാണ ശാലയിൽ തൊഴിലാളികളായി ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ എത്ര പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും, എത്ര പേരാണ് മരിച്ചുപോയതെന്ന കണക്കൊക്കെ വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും മിനിറ്റുകളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്, തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. പകുതി ആളുകളും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലേക്കും എത്തിക്കാനുള്ള, സ്വകാര്യ ആശുപത്രികളിലേക്ക് അടക്കം എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞു. അതിൽ നിന്നാണ് എത്രമാത്രം തീ അണയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര പേര് അതിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു കണക്ക് പോലീസിന് ലഭിച്ചത്. അതനുസരിച്ചാണ് ഫയർഫോഴ്സും ഈ രക്ഷാപ്രവർത്തകരും ഒക്കെ ഈ നിർമ്മാണശാലയ്ക്ക്, പടക്ക നിർമ്മാണശാലയ്ക്ക് അടുത്തേക്ക് വന്നത്. ഈ സംഭവം 2:30യോടുകൂടിയാണ് സംഭവിച്ചത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആളുകൾക്ക് അതിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്തത് ഈ ഓരോ ശാലകളിലും 12, നമുക്ക് വിവരം വരുന്നതനുസരിച്ച് രേണുക 12ഓളം ശാലകൾ ഉണ്ടായിരുന്നു എന്നാണ്, വെടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, എത്ര വലിയൊരു തീപിടുത്തമാണ്, അല്ലെങ്കിൽ എത്രയും വലിയൊരു സ്ഫോടനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ മനസ്സിലാകും. എന്തായാലും ഈ 12 പുരകളും കത്തി നശിച്ചു. അത് ഈ തുടർച്ചയായിട്ടുള്ള സ്ഫോടനമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ സമയങ്ങളിൽ വലിയ വെല്ലുവിളിയായത്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. എത്രമാത്രം ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ ഈ പടക്കങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ഉപകരണങ്ങളാണ് അവരവിടെ അമിട്ടടക്കമുള്ള വലിയ വസ്തുക്കളാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ശരി, വിവരങ്ങൾ ശേഖരിക്കൂ നവമി. നമുക്കറിയാം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 12 വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു അവിടെ എന്നതിൻ്റെ വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നേരത്തെ വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് 5 വെടിക്കെട്ട് പുരകൾ എന്നായിരുന്നു. അപ്പോൾ 12ഓളം വെടിക്കെട്ട് പുരകൾ. അവിടെയൊക്കെ ഈ പൂരം അടുത്തു വരുന്നു. 24-നാണ് പൂരം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാമ്പിൾ വെടിക്കെട്ടിനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞിരുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു എന്ന് ആ തൊഴിലാളി നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 12 വെടിക്കെട്ട് പുരകളിലും നിറയെ തൊഴിലാളികൾ ഈ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾക്ക് കാണാം ഓരോ വെടിക്കെട്ട് പുരയിലും 5-ലധികമൊക്കെ ജീവനക്കാരെ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നത് നമ്മൾ ഇനിയും
കാത്തിരുന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എത്ര തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലും കൃത്യമായ ഒരു എണ്ണം ഇല്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അഗ്നിശമന സേന അംഗങ്ങൾക്ക് ആ അപകടം നടന്ന ഇടത്തേക്ക് പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. മന്ത്രി കെ രാജൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയേറിയതാണ്. കാരണം അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അവിടേക്ക് കടക്കുന്നത് കാഷ്വാലിറ്റി കൂട്ടാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് കടക്കരുത് എന്ന കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാരുൾപ്പെടെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് അവർ നടത്തുന്നത്. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ വളരെ ദൂരേക്കൊക്കെ തെറിച്ച് വീണിട്ടുണ്ട്. ആ പാടത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരങ്ങൾ കൂട്ടിപ്പറക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ മരണം 12 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരത്തെ 23ഓളം പേരെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നു. ആ എത്തിച്ചവരിൽ തന്നെ ഉള്ള മരണവും കൂടി ചേർത്തിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 70% പൊള്ളലേറ്റവരാണ് അവിടെ എത്തിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 90% പൊള്ളലേറ്റ മനുഷ്യരും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിദഗ്ധ ചികിത്സ നൽകി ഇതിൽ എത്ര പേര് രക്ഷിക്കാനാകും എന്നതിൻ്റെ ഒരു ശ്രമമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത്. കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരെ എത്തിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി രക്ഷാദൗത്യം എന്നത് വളരെ ശ്രമകരമാകും. അവിടെ വെളിച്ചം ഉൾപ്പെടെ എത്തിക്കുക എന്നതൊക്കെ വലിയ ശ്രമകരമായ ദൗത്യമാകും. വലിയ ഒരു പാടത്തിന് നടുക്കാണ് ഈ വെടിപ്പുരകൾ സജ്ജീകരിച്ചിരുന്നത്. അടുത്തൊന്നും ജനവാസ കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും ഇല്ല. വളരെ ദൂരെയാണ് വീടുകൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞ ഒരു പാടത്തിന് നടുക്കാണ് ഈ വെടിപ്പുരകളൊക്കെ സജ്ജമാക്കിയിരുന്നത്. അവിടെ രാത്രി തെരച്ചിൽ ഒക്കെ എത്രമാത്രം സാധ്യമാകും, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക ഒക്കെ എത്രമാത്രം ശ്രമകരമാണ് എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. എന്തായാലും യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിനുള്ള ശ്രമങ്ങളൊക്കെ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ രാത്രി രക്ഷാദൗത്യം തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും തുടർ സ്ഫോടനങ്ങൾ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ രക്ഷാദൗത്യം രാത്രിയും തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ പലയിടത്തും ഇപ്പോൾ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പലയിടങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ മഴ പെയ്താൽ അനുഗ്രഹമാകുമോ, ഈ തീയണയ്ക്കുന്നതിന് സഹായകമാകുമോ എന്നറിയില്ല. എന്തായാലും ഇതുവരെ ആ തീ അണയ്ക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ പലയിടങ്ങളിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അത് രക്ഷാദൗത്യത്തിന് പോലും വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയ ഒരുക്കങ്ങൾക്കിടെയാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. മരണം 12 ഉയർന്നിരിക്കുന്നു. 23 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തിച്ചവർ അവരുടെ മരണവും കൂടി ആയിരിക്കാം ഈ സ്ഥിരീകരിക്കുന്നതിൽ ഉള്ളത്. നവമി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ദുഃഖകരമായ വാർത്തകളാണ്. 12 മരണം ഉയരുന്നു എന്നത് ഏറ്റവും ഒടുവിൽ വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? രേണുക, എന്തായാലും അതീവ ദുഃഖകരമായ വാർത്തകളാണ്. മരണസംഖ്യ നേരത്തെ ഉയരുമെന്നൊരു കണക്ക് തന്നെയാണ് നേരത്തെ ഉള്ളവരെല്ലാവരും, മന്ത്രിമാരടക്കം പറഞ്ഞത്. ഇപ്പോൾ 12 മരണമായിരിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയുന്ന വിവരമനുസരിച്ച് ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചവർക്കെല്ലാം 70% കൂടുതൽ പൊള്ളലുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയും ആളുകൾ ആ സംഭവ സ്ഥലത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ എത്രത്തോളം ജീവനോടെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നറിയില്ല. നേരത്തെ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഈ എത്തിക്കുന്നതിൽ പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് ആശുപത്രിയിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവർക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇപ്പോൾ ലഭിക്കുന്നതനുസരിച്ച് 12 മരണമായിരിക്കുകയാണ്. 70%-ലധികം പൊള്ളലേറ്റാണ് ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയും നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പടക്ക നിർമ്മാണശാലയിൽ എത്ര പേരുണ്ട്, അവരെ എത്രമാത്രം രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ വയൽ പ്രദേശത്താണ് വലിയൊരു സ്ഫോടനമാണ് സംഭവിച്ചത്. വയലിന് നടുവിലാണ് ഈ പടക്ക നിർമ്മാണശാലയുള്ളത്. അവരുടെ ശരീരഭാഗങ്ങൾ വയലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ, അത് അങ്ങനെയാണ് ആളുകൾ ചാക്കിലാക്കിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു.
ആ ശരീരഭാഗങ്ങൾ പെറുക്കിയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എത്രമാത്രം ദാരുണമായ, എത്രമാത്രം വിഷമിപ്പിക്കുന്ന, വേദനാജനകരമായ ഒരു കാഴ്ചയായിരിക്കും അതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. എന്തായാലും 40ഓളം പേര് ആണ് ആ നിർമ്മാണ ശാലയിൽ തൊഴിലാളികളായി ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ എത്ര പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും, എത്ര പേരാണ് മരിച്ചുപോയതെന്ന കണക്കൊക്കെ വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും മിനിറ്റുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്, തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. പകുതി ആളുകളും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലേക്കും എത്തിക്കാനുള്ള, സ്വകാര്യ ആശുപത്രികളിലേക്ക് അടക്കം എത്തിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞു. അതിൽ നിന്നാണ് എത്രമാത്രം തീ അണയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ എത്ര പേര് അതിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു കണക്ക് പോലീസിന് ലഭിച്ചത്. അതനുസരിച്ചാണ് ഫയർഫോഴ്സും ഈ രക്ഷാപ്രവർത്തകരും ഒക്കെ ഈ നിർമ്മാണശാലയ്ക്ക്, പടക്ക നിർമ്മാണശാലയ്ക്ക് അടുത്തേക്ക് വന്നത്. ഈ സംഭവം 2:30 സംഭവിച്ചത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആളുകൾക്ക് അതിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്തത് ഈ ഓരോ ശാലകളിലും 12, നമുക്ക് വിവരം വരുന്നതനുസരിച്ച് രേണുക 12ഓളം ശാലകൾ ഉണ്ടായിരുന്നു എന്നാണ്, വെടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, എത്ര വലിയൊരു തീപിടുത്തമാണ് അല്ലെങ്കിൽ എത്രയും വലിയൊരു സ്ഫോടനമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ മനസ്സിലാകും. എന്തായാലും ഈ 12 പുരകളും കത്തി നശിച്ചു. അത് ഈ തുടർച്ചയായിട്ടുള്ള സ്ഫോടനമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ സമയങ്ങളിൽ വലിയ വെല്ലുവിളിയായത്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. എത്രമാത്രം ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ഈ പടക്കങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ഉപകരണങ്ങളാണ് അവരവിടെ അമിട്ടടക്കമുള്ള വലിയ വസ്തുക്കളാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ശരി, വിവരങ്ങൾ ശേഖരിക്കും നവമി. നമുക്കറിയാം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 12 വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു അവിടെ എന്നതിൻ്റെ വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നേരത്തെ വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് 5 വെടിക്കെട്ട് പുരകൾ എന്നായിരുന്നു. അപ്പോൾ 12ഓളം വെടിക്കെട്ട് പുരകൾ. അവിടെയൊക്കെ ഈ പൂരം അടുത്തു വരുന്നു. 24-നാണ് പൂരം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാമ്പിൾ വെടിക്കെട്ടിനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞിരുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു എന്ന് ആ തൊഴിലാളി നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 12 വെടിക്കെട്ട് പുരകളിലും നിറയെ തൊഴിലാളികൾ ഈ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾക്ക് കാണാം ഓരോ വെടിക്കെട്ട് പുരയിലും 5-ലധികമൊക്കെ ജീവനക്കാരെ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നത് നമ്മൾ ഇനിയും കാത്തിരുന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എത്ര തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലും കൃത്യമായ ഒരു എണ്ണം ഇല്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അഗ്നിശമന സേന അംഗങ്ങൾക്ക് ആ അപകടം നടന്ന ഇടത്തേക്ക് പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. മന്ത്രി കെ രാജൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയേറിയതാണ്. കാരണം അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അവിടേക്ക് കടക്കുന്നത് കാഷ്വാലിറ്റി കൂട്ടാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് കടക്കരുത് എന്ന കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാരുൾപ്പെടെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് അവർ നടത്തുന്നത്. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ വളരെ ദൂരേക്കൊക്കെ തെറിച്ച് വീണിട്ടുണ്ട്. ആ പാടത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരങ്ങൾ കൂട്ടിപ്പറക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ മരണം 12 ആണ്. 12 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരത്തെ 23ഓളം പേരെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നു. ആ എത്തിച്ചവരിൽ തന്നെ ഉള്ള മരണവും കൂടി ചേർത്തിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 70%-ലധികം പൊള്ളലേറ്റവരാണ് അവിടെ എത്തിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 90% പൊള്ളലേറ്റ മനുഷ്യരും ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിദഗ്ധ ചികിത്സ നൽകി ഇതിൽ എത്ര പേരെ രക്ഷിക്കാനാകും എന്നതിൻ്റെ ഒരു ശ്രമമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത്. കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരെ എത്തിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി രക്ഷാദൗത്യം എന്നത് വളരെ ശ്രമകരമാകും. അവിടെ വെളിച്ചം ഉൾപ്പെടെ എത്തിക്കുക എന്നതൊക്കെ വലിയ ശ്രമകരമായ ദൗത്യമാകും. വലിയ ഒരു പാടത്തിന് നടുക്കാണ് ഈ വെടിപ്പുരകൾ സജ്ജീകരിച്ചിരുന്നത്. അടുത്തൊന്നും ജനവാസ
കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും ഇല്ല, വളരെ ദൂരെയാണ് വീടുകളുള്ളത്. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞ ഒരു പാടത്തിന് നടുക്കാണ് ഈ വെടിപ്പുരകളൊക്കെ സജ്ജമാക്കിയിരുന്നത്. അവിടെ രാത്രി തെരച്ചിൽ ഒക്കെ എത്രമാത്രം സാധ്യമാകും, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക ഒക്കെ എത്രമാത്രം ശ്രമകരമാണ് എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. എന്തായാലും യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിനുള്ള ശ്രമങ്ങളൊക്കെ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ രാത്രി രക്ഷാദൗത്യം തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ രക്ഷാദൗത്യം രാത്രിയും തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ പലയിടത്തും ഇപ്പോൾ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പലയിടങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ മഴ പെയ്താൽ അനുഗ്രഹമാകുമോ, ഈ തീയണയ്ക്കുന്നതിന് സഹായകമാകുമോ എന്നറിയില്ല. എന്തായാലും ഇതുവരെ ആ തീ അണയ്ക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ പലയിടങ്ങളിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അത് രക്ഷാദൗത്യത്തിന് പോലും വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയ ഒരുക്കങ്ങൾക്കിടെയാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. മരണം 12 ഉയർന്നിരിക്കുന്നു. 23 പേരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തിച്ചവർ അവരുടെ മരണവും കൂടിയായിരിക്കാം ഈ സ്ഥിരീകരിക്കുന്നതിൽ ഉള്ളത്. നവമി, നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.